പണ്ട് 85-90 കാലഘട്ടങ്ങളിൽ ആര്യശാല ജംഗ്ഷനിൽ എനിക്കൊരു ഇലക്ട്രിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ഒത്ത ജംഗ്ഷനിൽ റോഡിൽ ഉന്തിയാണ് എൻ്റെ കട നിൽക്കുന്നത്. അന്നൊക്കെ എൻ്റെ കടയുടെ മുമ്പിൽ ഞാൻ എൻ്റെ വാഹനം പാർക്ക് ചെയ്യുമായിരുന്നു. ആര്യശാല ജംഗ്ഷൻ, അതൊക്കെ പഴങ്കഥ. അവിടെ ആറ്റുകാൽ പൊങ്കാല വന്നാൽ 4 ഭാഗത്തു നിന്നും മൈക്ക് സെറ്റ് വയ്ക്കും. ഒരു പാട്ട് പോലും കേൾക്കാനൊക്കത്തില്ല. ഭീകര അന്തരീക്ഷമാണ്. എന്തിനാണ്, ആർക്കാണ്, എന്തിനു വേണ്ടിയാണ് ഈ ശബ്ദ കോലാഹലം? എൻ്റെ അഭിപ്രായത്തിൽ അവിടെ അധിവസിക്കുന്ന ആളുകളിലെ കുറേ പേർ ആളാവാൻ വേണ്ടി, അല്ലെങ്കിൽ പുട്ടും കടലക്കറിക്കും വേണ്ടി, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭക്തി പുരസ്സരം ആണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളതൊക്കെ ചെയ്തു. പക്ഷേ അന്യൻ്റെ മെക്കിട്ട് കയറിയിട്ട് വേണോ ഇത്? ഈ മൈക്ക് സെറ്റ് കണ്ടുപിടിച്ചത് എപ്പോഴാണ്? ആറ്റുകാൽ അമ്മയുടെ വാഹനം ഏതായിരുന്നു? മധുര, കണ്ണകി ഒക്കെ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് മധുരയിൽ നിന്ന് അവർ സഞ്ചരിച്ച് ആറ്റുകാലിൽ എത്തിയത്? പറയാമോ? നടന്നു തന്നെ ആയിരിക്കും. കേവലം ഒരു 10,000 രൂപയ്ക്ക് താഴെ വിലയുള്ള ഒരു സൈക്കിള് പോലും ഒരു ദിവ്യപ്രവാചകനും വശത്തില്ലായിരുന്നു. ഒട്ടകം, പോത്ത്, ആന, എരുമ, എന്തിന് എലി വരെയാണ് വാഹനം. മയിൽ വാഹകനുണ്ട്. മയിലിനെ കണ്ടൊരിക്കൽ മന്ദഹസിച്ചു നീ മയിൽ വാഹനമാക്കി, ഞാൻ എൻ മനസ്സു മയിൽ വാഹനമാക്കി. അങ്ങനെ മയിൽ വാഹനം ആക്കിയ ദൈവങ്ങൾ വരെ ഉണ്ടെങ്കിൽ ഇന്ന് മൈക്ക് സെറ്റ് ഉണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ആ കൂടി നിൽക്കുന്ന എല്ലാവരും കേൾക്കാൻ പബ്ലിക് ആഡിയോ സിസ്റ്റം, അതോടൊപ്പം തന്നെ പാട്ടു കേൾപ്പിക്കാനുള്ള, ഉച്ചത്തിൽ കേൾപ്പിക്കാനുള്ള സൗകര്യങ്ങൾ. എൻ്റെ ബാല്യകാലത്തിലൊക്കെ വീട്ടിൽ റേഡിയോ അപൂർവമായിട്ടേ ഉള്ളൂ. അന്ന് കല്യാണത്തിനു മൈക്ക് സെറ്റ് വയ്ക്കും. രാത്രി ഉറക്കിഴിച്ചിരുന്ന് പാട്ട് കേട്ടിട്ടുണ്ട്, ഇഷ്ടമുള്ള പാട്ടുകൾ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ ധനിച്ചിരുന്നുറങ്ങുന്ന, അതൊക്കെ അന്ന് ഉറക്കിളച്ച് ഇഷ്ടത്തോടു കൂടി കേട്ട പാട്ടുകളാണ്. കാലം മാറി. ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് വളരെ ലഘുവായി, വളരെ ഈസിയായി. പക്ഷേ ഞാൻ ആര്യശാലയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ 4 പേർക്കും മൈക്ക് സെറ്റ് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പണം കൊടുക്കണം. എന്നെപ്പോലെ കച്ചവടക്കാർ. കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും. കൊടുക്കും. ഭക്തി കൊണ്ടല്ല, പേടി കൊണ്ട്. ആ പണം ഉപയോഗിച്ച് തന്നെ 3-4 ദിവസം കച്ചവടം ചെയ്യാനൊക്കാത്ത രീതിയിൽ ശബ്ദ മലിനീകരണം. എന്താണ് ഈ മലിനീകരണം? എൻ്റെ ആവശ്യാനുസരണം വരുന്ന വേസ്റ്റ് അടുത്തവൻ്റെ പുറമ്പോക്കിലിടാൻ യാതൊരു മടിയും എനിക്കില്ല. വാരി അങ്ങ് അപ്പുറത്തിടും. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അടുത്തവൻ്റെ വണ്ടിയും ഇവിടെ ഓടിക്കാൻ അവനും ടാക്സ് അടച്ചിട്ടുണ്ട്. ഇതിന് ചില മര്യാദകളുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരാണ് നമ്മൾ.
ഞാൻ മാത്രം പോയാൽ മതി. എൻ്റെ ഭക്തി ഞാനിത് പ്രദർശിപ്പിക്കുന്നത് വളരെ ഉച്ചത്തിലായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒച്ച നിങ്ങളുടെ ദൈവം മാത്രം കേൾക്കുമെങ്കിൽ ഓക്കെ. ആർക്കാണതിൽ പരാതി? പണ്ടൊരിക്കൽ ഒരു സഖാവ് മീൻസ് കമ്മ്യൂണിസ്റ്റ് സഖാവ്, പാർട്ടി സഖാവല്ല. പാർട്ടി സഖാവ് ഒരു വിഭാഗമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ വേറെ ഉണ്ടാകും. അങ്ങനെ വിഭാഗങ്ങളാണല്ലോ പലതും ഇപ്പോൾ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സഖാവ് പുള്ളി എന്നോട് പരാതി പറഞ്ഞു, രാവിലെ കോവിലിൽ പാട്ടുവെക്കും, ഉറങ്ങാൻ വയ്യ, കളക്ടറെ ഒന്ന് കാണണം, നിങ്ങൾ കൂടെ വരണം. കളക്ടറെ 8-10 വർഷമായി കാണാൻ പോയി. കളക്ടറോട് അദ്ദേഹവും ഞാനും സങ്കടം ബോധിപ്പിക്കുകയല്ലേ വഴിയുള്ളൂ. അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു. അദ്ദേഹം ഞങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി, ഇതേ പ്രശ്നത്തിൽ ഞാനും ദുഃഖിതനാണ് കേട്ടോ. നീ എന്താണോ അതാണ് ഞാനും, ഞാൻ എന്താണോ അതാണ് നീ. നമുക്ക് സമാധാനപൂർവ്വം ടോളറൻസോടുകൂടി സഹിഷ്ണുതയോടുകൂടി അങ്ങ് അനുഭവിക്കാം. എന്തായാലും ഉത്തരേന്ത്യ പോലെ ജീവിക്കാൻ അനുവദിക്കാതെ പാളും തോക്കുമൊന്നുമില്ലല്ലോ കേരളത്തിൽ. പക്ഷേ അതാണോ വേണ്ടത്? ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഡെമോക്രസി അല്ലെ, അന്യനോടുള്ള കരുതൽ, അത് ഓരോ വ്യക്തിയും പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരുതൽ പുലർത്തുമ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യം ഉടലെടുക്കുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ റോഡ് വളരെ സുഗമമായി തീരും. ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൈ കാണിക്കും, ഇൻഡിക്കേറ്റ് ഇട്ട് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തും, ഓട്ടിക്കേണ്ട സ്ഥലത്തു തന്നെ ഓട്ടിക്കും. എന്തു സുഖമാണ്! ഈ സുഖം എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകാതെ പോകും? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനിതിപ്പോൾ പറയാൻ കാരണം, അമ്പലത്തറയിലാണ് ഞാനിപ്പോൾ താമസം. വർഷത്തിൽ 10-20-30 ദിവസം ചുറ്റുമുള്ള ക്ഷേത്രം, അമ്പലം, പള്ളി, ചർച്ച് ഇവയിൽ നിന്നൊക്കെയുള്ള ശബ്ദ കോലാഹലങ്ങൾ ഒരു തുരുമ്പ് ദൈവം പോലുമില്ല എന്ന് വിശ്വസിക്കുന്ന എന്നെ കേൾപ്പിച്ചുകൊണ്ട്, എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ. ശരി, ഞാൻ അവിശ്വാസിയായതുകൊണ്ട് ശിക്ഷിക്കുകയായിരിക്കും. അങ്ങനെ ശിക്ഷിക്കുന്നവരല്ല നാട്ടുകാർ. അവരുടെ ഇംഗിതം, സ്നേഹം, രീതി, പഴക്കം, നേരം പോക്ക്, അതാണ് നേരം പോക്ക്. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ ഈ നേരം പോക്കുണ്ടല്ലോ, മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതിരിക്കാനുള്ള ഒരു കരുതൽ, ഡെമോക്രസി, അത് നിങ്ങൾക്ക് കാണിക്കാൻ ബാധ്യതയില്ലേ? അത് കാണിക്കേണ്ടതല്ലേ? അതാണ്. കഴിഞ്ഞ വർഷം വരെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എൻ്റെ റെസിഡൻസ് അസോസിയേഷനാണ് ശബ്ദ കോലാഹലം ഉണ്ടാക്കിയിരുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ തുടങ്ങും. ഞാൻ അതിൻ്റെ പ്രസിഡന്റിനോട് അപേക്ഷിച്ചു, ഒരു 8 മണിക്കെങ്കിലും തുടങ്ങും. 2 മണിക്കൂർ ദൈവം കൂടി ഉറങ്ങിക്കോട്ടെ. അത് പറ്റില്ല, 6 മണിക്ക് തന്നെ നീ ഉറങ്ങണ്ടതാണ്. അതിന് എല്ലാ വർഷവും എൻ്റെ ഒരു 1000 രൂപ വരിയുണ്ട് കേട്ടോ. എന്നെ ഉപദ്രവിക്കാനായിട്ട് ബൈക്ക് സെറ്റ് വയ്ക്കാനും കൂടി ഞാൻ എൻ്റെ പങ്ക് കൂടെ കൊടുക്കണം. എനിക്ക് ഒരു തരുമ്പു ദൈവത്തിലും വിശ്വാസമില്ല, ആ ഒരു സാധനമേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു സാധനമുണ്ടെങ്കിൽ ഈ മൈക്ക് സെറ്റ് എടുത്ത് അറബിക്കടലിൽ കൊണ്ടിടും. കാര്യം അയാൾക്ക് സ്നേഹമുണ്ടാകണമല്ലോ. കാണാനേ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഈ വർഷം 2 മൈക്ക് സെറ്റാണ് എൻ്റെ വീട്ടിന് മുമ്പിൽ.
രണ്ടിലും നിന്ന് പാട്ട്. എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്. ഇവരായതുകൊണ്ട് എനിക്കിത് പറയാൻ സാധിക്കുന്നു. അല്ലാതെ മറ്റെവിടെയെങ്കിലാണെങ്കിൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ തല്ലും, അതിന് വേണ്ടി എന്നാൽ എന്നെ കൊല്ലും. കൊല്ലൽ ഇപ്പം കേരളത്തിൽ അങ്ങനെ നടക്കുന്നില്ലെങ്കിലും തല്ലൽ യഥേഷ്ടം നടക്കുന്നു. പക്ഷെ എൻ്റെ കൂട്ടുകാർ അവനങ്ങനെ പറയും പലതും. യുക്തിവാദിയല്ലേ, നിരീശ്വരവാദി. സാരമാക്കണ്ട, നമ്മളെ സാരമാക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള വിധത്തിൽ, ഇഷ്ടമുള്ള നേരത്ത് ചെയ്തുകൊണ്ടേയിരിക്കാം. ഏകദേശം 3/4 കിലോമീറ്റർ മാറി ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ മൈക്ക് സെറ്റ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വരും. അത് 4 ദിവസം ഞാൻ സഹിക്കണം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തിന് ഇതുവല്ല ആവശ്യമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ, നിങ്ങളുടെ ദൈവമുണ്ടെന്ന് വെച്ചു, മുരുകനോ അല്ലാഹുവോ ഗണപതിയോ യേശുക്രിസ്തുവോ അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മച്ചിയോ ആരുമായിക്കോട്ടെ, 33 കോടിയുമായിക്കോട്ടെ, ഏകദൈവമായിക്കോട്ടെ, ത്രിദൈവമായിക്കോട്ടെ, അവർക്ക് മൈക്ക് സെറ്റ് ആവശ്യമുണ്ടോ? ഞാൻ ഈ കേൾക്കുന്ന പാട്ട് അവർ കേൾക്കും. ഇങ്ങനെ ലോകം മുഴുക്കെ പാട്ട് വെച്ച് കേട്ടാൽ അവരെ കേൾപ്പിക്കാൻ സാധിക്കും. പിന്നെ അതിനല്ലേ നമ്മൾ അവരെ കേൾപ്പിക്കാൻ വേണ്ടി വെടി വഴിപാട് വെടി വഴിപാട്, സൗണ്ട് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം, ഇതൊക്കെയാണ് ഭക്തി. ഇപ്പം ഒരാൾ മൈക്ക് സെറ്റ് വെക്കുകയാണെങ്കിൽ കുറേ മാറി ആ ശബ്ദം തീരുന്ന മുറയ്ക്ക് മറ്റേയാൾ മൈക്ക് സെറ്റ് വെച്ചാൽ പോരെ? അത് ഞാൻ തന്നെ വെക്കണം, ദൈവത്തെ ഞാൻ തന്നെ കേൾപ്പിക്കണം, എങ്കിലേ പോരിശയുള്ളൂ, മഹിമയുള്ളൂ. പൂർവാധികം ഭംഗിയായി നടത്തണ്ടേ? അങ്ങനെയാണ് നോട്ടീസ്. പൂർവാധികം ഭംഗിയായി നടത്താൻ നിങ്ങളുടെ നിസ്സീമമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. അഭ്യർത്ഥിച്ച് നമ്മൾ സഹകരിച്ചാൽ നമ്മുടെ മണ്ടയ്ക്ക് തന്നെ മൈക്ക് സെറ്റ് വരും. ഇപ്പം കോടതി ഉത്തരവുണ്ട്, ഇപ്പൊ സുപ്രീം കോടതി ഉത്തരവുമുണ്ട്. ഇനി അഖില ലോക കോടതി ഉത്തരവിട്ടാലും നടക്കില്ല, നമ്മൾ നടപ്പിലാക്കില്ല. നമ്മൾ മൈക്ക് സെറ്റ് വയ്ക്കും. ഭക്തജനങ്ങൾ 32, 33, 34 ഡിഗ്രി ചൂടാണ്. ഇത് സഹിച്ചുകൊണ്ട് എന്തിനാണ് തെരുവോരങ്ങളിൽ ഈ അമ്മമാരും സഹോദരിമാരും വന്ന് പൊങ്കാലയിടുന്നത്? ദൈവം ഈ തെരുവോരങ്ങളിൽ ഇറങ്ങി വന്ന് ചുരുങ്ങുകയാണ്. സ്വയം ഇവർ ആലോചിക്കാത്തതെന്ത്? അതൊരു വിഗ്രഹമാണ്. അതിനെ കണ്ട് ആരാധിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് എന്നുള്ള മിനിമം തോന്നലെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? കരുണ, സ്നേഹം, ദയ, എന്തൊക്കെയാണ് പൊടിപ്പും തൊങ്ങലും ഒക്കെ. നികൃഷ്ടന്മാരെ വധിക്കുക. ആരെ വധിക്കും? ആരെ വധിക്കണം? ആരാണ് നികൃഷ്ടൻ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം ഈ വർഷം 2 പാർട്ടികൾ തമ്മിൽ ബക്രി മത്സരമാണ്. ബക്രി മത്സരിക്കണമെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ബക്രി ഞാൻ നിങ്ങളുടെ ഭക്തിയുമായി എങ്ങനെ മത്സരിപ്പിക്കും? അതിന് പ്രകടനാത്മകത വേണം. അപ്പം ഞാനും പിരിക്കും കാശ്, നീയും പിരിക്കും കാശ്, എന്നിട്ട് ഉച്ചത്തിൽ മൈക്ക് സെറ്റ് വയ്ക്കും. പരീക്ഷാ കാലഘട്ടമാണ്, മാർച്ച്. എൻ്റെ ഈ പ്രദേശത്തും പഠിക്കുന്ന കുട്ടികളുണ്ട്. അവനൊക്കെ പഠിച്ചിട്ട് എന്താ ചെയ്യാൻ? ജോലി കിട്ടുമോ? ഇവർക്കൊക്കെ പഠിച്ചാൽ ജോലി കിട്ടുമോ? വെറുതെ പഠിക്കുകയാണ് കേട്ടോ, വെറുതെ. അതുകൊണ്ട് നമുക്ക് ദൈവപ്രീതി അത് ഒഴിവാക്കാൻ ഒക്കാത്തത് കൊണ്ട്
നിങ്ങൾ സുപ്രഭാതമുണ്ടെങ്കിൽ ബാങ്ക് അത് ഒരു സ്ഥലത്ത് നിന്നല്ല, എൻ്റെ സ്ഥലത്ത് തന്നെ 3-4 പള്ളിയിൽ നിന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇടിമുഴക്കം പോലെ കേൾക്കാൻ സാധിക്കും. പിന്നെ എല്ലാ കോവിലിൽ നിന്നും രാവിലെ ഭജന, സുപ്രഭാതം. സുപ്രഭാതമാണ് ദുപ്രഭാതമാക്കിക്കൊണ്ട് അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, ഹോൺ പോലും മുഴക്കാൻ പാടില്ല എന്നിരിക്കെ മുംബൈ എയർപോർട്ടിൽ അനൗൺസ്മെന്റ് ഇല്ല. ദുബായ് സൗണ്ട് പൊല്യൂഷൻ ഫ്രീ എയർപോർട്ടാണ് ദുബായ്. എഴുതി കാണിക്കത്തേ ഉള്ളൂ, വിളിച്ചു പറയില്ല. അങ്ങനെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്കെന്തിനു മുന്നോട്ട് പോകണം? നമുക്ക് പിന്നോട്ട് ചോദിച്ച് പോവാം. അപ്പോഴ് ഈ വർഷം 2 മൈക്ക് സെറ്റാണ്. അതിൻ്റെ ശബ്ദ കോലാഹലം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും, വളരെ സ്നേഹനദികളായ സുഹൃത്തുക്കളാണ്. അവരെ ബോധപൂർവമല്ല ചെയ്യുന്നത്, മറ്റുള്ളവരും ചെയ്യുമ്പോൾ അവരും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനകത്തിരിക്കുന്ന അപകടം, അതിനകത്തിരിക്കുന്ന ഉപദ്രവം അവർക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ. ഞാൻ പറഞ്ഞ കരുതലിൻ്റെ ഒരു ചെറിയ കുറവ് ഈ ദിവസങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നു. മറ്റു ദിവസങ്ങളിൽ അങ്ങനെ അല്ല. അവർ ഓടിയെത്തുന്നവരാണ്, സഹകരിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, സഹകരിച്ച് തന്നെ ജീവിക്കുന്നവരാണ്. സഹകരിച്ച് തന്നെ ജീവിക്കാൻ അവരോടുള്ള അഭ്യർത്ഥനയാണ്. മറ്റുള്ളവർ ചെയ്തതൊക്കെ നമ്മൾ അങ്ങനെ അനുകരിക്കണ്ട. അതിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. വേണോ, എന്തിന് എന്നൊക്കെ ദയവ് ചെയ്ത് ചോദിക്കുക. ദൈവം പൊട്ടനല്ല, പൊട്ടിയല്ല. ഉച്ചത്തിൽ വെടിവഴിപാടും മൈക്ക് സെറ്റ് ഡെസിബിളിന് മുകളിൽ വയ്ക്കാം. ഇത്ര ഡെസിബിലേ പാടുള്ളൂ എന്നുണ്ട്. എളുപ്പ വഴികൾ ഒരുപാടുണ്ട്. പക്ഷേ ആർജവമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം അമ്പലം കെട്ടിയല്ലേ അല്ലെങ്കിൽ പള്ളി കെട്ടിയല്ലേ വോട്ട് വാങ്ങുന്നത്. ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പിൽ ജയശങ്കർ പറയുന്ന കാര്യം, ഓരോ നിയോജക മണ്ഡലത്തിൽ, പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അതാത് പ്രദേശത്ത് ജീവിക്കുന്ന, അധിവസിക്കുന്ന ജാതി മത പരിഗണനകൾ വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. എൻ്റെ മണ്ഡലത്തിൽ നായർ അല്ലെങ്കിൽ നാടാർ. അങ്ങനെ ഓരോ മണ്ഡലത്തിലും തീരുമാനിക്കുമ്പോൾ മതേതരത്വം, ജനാധിപത്യം, സാഹോദര്യം ഒക്കെ വർത്തമാനം അങ്ങനെ നമ്മൾ പറയുക. പക്ഷേ വോട്ട് വാങ്ങാനായിട്ട് ജാതി കാർഡുമായി വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടും ഇല്ല. നന്മ നസ്രയത്തിലില്ലേ? വേണം കേട്ടോ, ആഗ്രഹമുണ്ട്. ആ നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വർഷം പൂർവാധികം ഭംഗിയോട് 3 സെറ്റ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരാതിരിക്കാൻ ആറ്റുകാൽ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാകുന്നു. അമ്മയെ, അടുത്ത വർഷമെങ്കിലും 3 സെറ്റ് പോയിട്ട് 1 സെറ്റ് പോലും എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വരാതിരിക്കുമെങ്കിൽ 101 പൊങ്കാലയല്ല, 1001 പൊങ്കാല ഞാൻ വേനൽ സഹിച്ച് ഇടാൻ തയ്യാർ. ഒന്ന് സഹായിക്കും പ്ലീസ്.